ഇത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. അതേപോലെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണല്ലോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അവസാനത്തെ ക്ലാസ്സാണെന്ന്. ഓക്കെ, പുതിയ ഭരണഘടന വരുന്നു. ഭീകരവാഴ്ച അവസാനിച്ച ശേഷം 1795 ഫ്രാൻസിൽ ഒരു പുതിയ ഭരണഘടന നിലവിൽ വന്നു. ഇത് പ്രകാരം 5 അംഗങ്ങൾ അടങ്ങിയ സമിതിയാണ് ഭരണം നിർവഹിച്ചത്. ഈ ഭരണ സംവിധാനം ഡയറക്ടറി എന്ന് വിളിക്കപ്പെട്ടു. അഴിമതിയും കൊടുങ്കാര്യസ്ഥതയും ഡയറക്ടറിയുടെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നു. ജനങ്ങൾ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുകയും അവർക്ക് പുതിയ ഗവൺമെൻറ്റിൽ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ 1795 ഫ്രാൻസിലൊരു പുതിയ ഭരണഘടന നിലവിൽ വരുന്നുണ്ട്. ആ ഭരണഘടന പ്രകാരം 5 അംഗങ്ങൾ അടങ്ങിയുള്ള സമിതിയാണ് അവിടുത്തെ ഭരണം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഭരണ സംവിധാനം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഡയറക്ടറി എന്ന പേരിലായിരുന്നു. പക്ഷെ ഡയറക്ടറി തകർന്നു പോവുകയാണ് ചെയ്തത്. അവരുടെ അഴിമതിയും കൊടുങ്കാര്യസ്ഥതയും കാരണം ഡയറക്ടറി തകർന്നു പോയി. അപ്പോൾ ഡയറക്ടറി തകർന്നു പോയതോടുകൂടി ജനങ്ങൾക്ക് ആ പുതിയ ഗവൺമെൻറ്റിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഓക്കെ, എന്നിട്ട് ഫ്രാൻസിൽ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അനന്തരഫലങ്ങളിലായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വരുന്നതെന്നാണ് നോക്കുന്നത് അടുത്തത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഫലം ഫ്രാൻസിലെ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയാണ്. ഓക്കെ, അപ്പോൾ ഫ്രാൻസിലെ ഫ്യൂഡലിസം തകർന്നു. പഴയ ഭരണത്തിലുണ്ടായിരുന്ന നിയമങ്ങൾ വിപ്ലവത്തോടെ ഇല്ലാതായി. സഭയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ഇടത്തരക്കാരുടെ കൈവശമായി തീർന്നു. പ്രഭുക്കളുടെ ഭൂമി കണ്ടുകെട്ടുകയും അവർക്കുണ്ടായിരുന്ന എല്ലാതരം ആനുകൂല്യങ്ങളും നിർത്തലാക്കുകയും ചെയ്തു. ഏകീകൃത അളവുതൂക്ക സമ്പ്രദായം, മെട്രിക് സമ്പ്രദായം നടപ്പിലാക്കിയതോടെ അളവ് തൂക്കങ്ങളിലെ കൃത്യതയില്ലായ്മ അവസാനിച്ചു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അനന്തരഫലമായിട്ട് ഫ്രാൻസിൽ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച സംഭവിച്ചു. അതേപോലെ പഴയ ഭരണത്തിലുണ്ടായിരുന്ന നിയമങ്ങളൊക്കെ ഇല്ലാതായി. പിന്നെ സഭയുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമികൾ ഇടത്തരക്കാരുടെ കൈവശമായി. സഭയുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി ഇടത്തരക്കാരുടെ കൈവശമായി. അതേപോലെ പ്രഭുക്കളുടെ ഭൂമി കണ്ടുകെട്ടുകയും അവർക്കുണ്ടായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിർത്തലാക്കുകയും ചെയ്തു. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവിടെ അളവുതൂക്ക സമ്പ്രദായം നിലവിൽ വന്നു. അതോടുകൂടി അളവുതൂക്കത്തിലുണ്ടായിരുന്ന കൃത്യതയില്ലായ്മ അവസാനിച്ചു. ഓക്കെ, ഇനി ആധുനിക ദേശീയത എന്ന ആശയം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സംഭാവനയാണ്. ആധുനിക ദേശീയത ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സംഭാവനയാണ്. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് രാജവംശത്തിലൂടെയല്ലാതെ ദേശീയ സ്വഭാവത്തിലൂടെ പ്രകടമാകാൻ തുടങ്ങിയത് ഫ്രഞ്ച് വിപ്ലവം മുതലാണ്. രാഷ്ട്രം എന്ന സങ്കല്പം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിലവിൽ വന്നതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. ഫ്രാൻസ് എന്നത് ഒരു ഭൂപ്രദേശം മാത്രമല്ല, ഫ്രഞ്ച് ജനത ഒന്നാകെയാണ് എന്ന ആശയം ഇതോടെ പ്രഖ്യാപിക്കപ്പെട്ടു. ദേശീയതയ്ക്കൊപ്പം വളർന്ന മറ്റൊരാശയമാണ് ജനാധിപത്യ ഭരണക്രമം. ജനങ്ങളുടെ പരമാധികാരം എന്ന റൂസോയുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജനായത്ത ഭരണത്തിന് അടിത്തറയിട്ടതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. 19-20 നൂറ്റാണ്ടുകളിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും നടന്ന ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളെയും ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫ്രാൻസിലെ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച, അതേപോലെ പഴയ ഭരണത്തിലുണ്ടായിരുന്ന നിയമങ്ങളൊക്കെ ഒഴിവാക്കി, സഭയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി കണ്ടുകെട്ടി, അത് ഇടത്തരക്കാരുടെ കൈവശമായി, പ്രഭുക്കളുടെ സ്വത്തുകൾ കണ്ടുകെട്ടി, അവർക്കുണ്ടായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിർത്തലാക്കി, അതേപോലെ ഏകീകൃത അളവുതൂക്ക സമ്പ്രദായം നടപ്പിലാക്കി. പിന്നെ ആധുനിക ദേശീയത എന്ന ആശയം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സംഭാവനയാണ്. പിന്നെന്താ പറഞ്ഞത്? രാഷ്ട്രം എന്ന സങ്കല്പം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിലയിൽ വരുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. ഫ്രാൻസ് എന്നതൊരു ഭൂപ്രദേശം മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾ കൂടിയാണെന്നുള്ളത് പറഞ്ഞു. അതേപോലെ ദേശീയതയ്ക്കൊപ്പം ജനാധിപത്യ ഭരണക്രമം എന്നൊരാശയം കൂടി അവിടെ മറ്റൊരാശയം കൂടി അവിടെ നിലവിൽ വന്നു. പിന്നെ ജനങ്ങളുടെ പരമാധികാരം എന്ന റൂസോയുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജനായത്ത ഭരണത്തിന് അടിത്തറയിട്ടു. അതുപോലെ 19-20 നൂറ്റാണ്ടുകളിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും ഉണ്ടായിരുന്ന സമരങ്ങളെയും സ്വാധീനിച്ചു. ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചിട്ടുണ്ട്. ഓക്കെയാണോ? ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെപ്പോളിയനെ കുറിച്ചാണ്. ഫ്രാൻസിൻ്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ തന്നെ വെച്ചു. ഓക്കെ, അപ്പോൾ ഏകദേശം വേർഡ്സിന് പിടികിട്ടിയല്ലോ. അപ്പോൾ ഇനി ഫ്രാൻസിലെ ഭരണം നെപ്പോളിയൻ്റെ കയ്യിൽ വരുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഡയറക്ടറിയെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്ത നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വാക്കുകളാണിവ. നെപ്പോളിയൻ്റെ ഈ വാക്കുകളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത് വേണ്ട.
അരാജകത്വത്തിലേക്ക് വഴുതിമാറിയ ഫ്രഞ്ച് സമൂഹത്തെയും തൻ്റെ കരുത്തുകൊണ്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തതിനെയുമാണ് നെപ്പോളിയൻ്റെ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ഫ്രഞ്ച് സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറൽ ആയിരുന്നു ആര്? നെപ്പോളിയൻ. ഡയറക്ടറിക്ക് പകരം 3 കൗൺസിലർമാരടങ്ങുന്ന ഒരു പുതിയ ഭരണ സംവിധാനം നെപ്പോളിയൻ സ്ഥാപിച്ചു. 3 കൗൺസിലർമാരടങ്ങുന്ന ഒരു പുതിയ ഭരണ സംവിധാനം നെപ്പോളിയൻ സ്ഥാപിച്ചു. ഇതിൻ്റെ 1ാം കൗൺസിൽ നെപ്പോളിയൻ തന്നെയായിരുന്നു. താമസിയാതെ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി സ്വയം അധികാരം ഏറ്റെടുത്തു. തുടർന്ന് അദ്ദേഹം ഫ്രാൻസിൽ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് പരിഷ്കാരങ്ങൾ. നിയമപരിഷ്കാരങ്ങൾ. നെപ്പോളിയൻ്റെ നിയമസംഹിത. നെപ്പോളിയോണിക് കോഡ്. ഫ്യൂഡൽ നിയമങ്ങൾ അവസാനിപ്പിക്കുകയും സമത്വവും മതസ്വാതന്ത്ര്യവും അംഗീകരിക്കുകയും ചെയ്തു. സമത്വം അതേപോലെ മതസ്വാതന്ത്ര്യം അംഗീകരിക്കുകയും ചെയ്തു. ഇതാണ് നിയമപരിഷ്കാരങ്ങൾ. ഇനി കൺകോർഡറ്റ്. നെപ്പോളിയനും പോപ്പും തമ്മിലുണ്ടായിരുന്ന ഉണ്ടാക്കിയ കരാറാണെന്ത്? കൺകോർഡറ്റ്. ഓക്കെ, കൺകോർഡറ്റ് പോപ്പുമായി ഉണ്ടാക്കിയ കരാറാണ്. പോപ്പുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചു. മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു. ഓക്കെ, അപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടായിരുന്ന പ്രവർത്തന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചു കൊടുത്തു. അതേപോലെ മറ്റ് മതവിശ്വാസത്തിൽപ്പെട്ടവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു. ഇതാണ് നെപ്പോളിയനും പോപ്പുമായിട്ടുണ്ടാക്കിയ കരാർ കൺകോർഡറ്റ്. ഇനി വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ. അപ്പോൾ 2 പരിഷ്കാരങ്ങൾ ഇപ്പോൾ ഏതൊക്കെ കണ്ടത്? നിയമപരിഷ്കാരങ്ങൾ കണ്ടു. അതേപോലെ നെപ്പോളിയൻ പോപ്പുമായിട്ടുണ്ടാക്കിയിട്ടുള്ള കൺകോർഡറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പരിഷ്കാരം കണ്ടു. ഇനി അടുത്ത് പറയാൻ പോകുന്നത് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളാണ്. വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടു. ലിസേ എന്ന പേരിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ലിസേ എന്ന പേരിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. സർക്കാർ സർവീസിലേക്കും സൈന്യത്തിലേക്കും ആവശ്യമുള്ള വിദ്യാസമ്പന്നരെ സൃഷ്ടിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ ഒരു ദേശീയ സർവകലാശാല സമ്പ്രദായം ആരംഭിച്ചു. ഈ സംവിധാനത്തിലൂടെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ നിയന്ത്രിച്ചു. ഇനി സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിക്കുകയും ഏകീകൃത കറൻസി സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്തു. സൈനിക പരിഷ്കാരമാണ്. സൈന്യത്തെ പല ബറ്റാലിയനുകളാക്കി മാറ്റി. അപ്പോൾ ഒന്നുകൂടെ പറയാം, നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ പരിഷ്കാരങ്ങൾ, നിയമപരിഷ്കാരങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ പോപ്പുമായിട്ട് കൺകോർഡറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിഷ്കാരം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ, അതേപോലെ സാമ്പത്തിക പരിഷ്കാരം, സൈനിക പരിഷ്കാരം. ഇത്രയായിരുന്നു എന്ത്? നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾ. അതിൽ നിയമപരിഷ്കാരത്തിൽ നെപ്പോളിയൻ്റെ നിയമസംഹിതയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ എന്താണ്? എല്ലാവർക്കും സമത്വവും അതേപോലെ മതസ്വാതന്ത്ര്യവും അനുവദിച്ചു. പിന്നെ കൺകോർഡറ്റ് എന്ന് പറയുന്നത് പോപ്പുമായിട്ട് ഉണ്ടാക്കിയതായിരുന്നു. കത്തോലിക്ക സഭയ്ക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചു കൊടുത്തു. അതേപോലെ മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു. വിദ്യാഭ്യാസ പരിഷ്കാരത്തിൽ ലിസേ എന്ന് പറയുന്ന പേരിൽ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അവിടുത്തെ സർക്കാർ സർവീസിലേക്ക് അതേപോലെ സൈന്യത്തിലേക്ക് ആവശ്യമുള്ള വിദ്യാസമ്പന്നരെ സൃഷ്ടിക്കുക എന്നായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് ആരംഭിച്ചു. പിന്നെ ഫ്രാൻസ് എന്ന പേരിൽ സർവകലാശാല സമ്പ്രദായം ആരംഭിച്ചു. പിന്നെ പറഞ്ഞത് സാമ്പത്തിക പരിഷ്കാരമാണ്. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. അതേപോലെ ഏകീകൃത കറൻസി സംവിധാനം നടപ്പിലാക്കി. സൈനിക പരിഷ്കാരത്തിൽ വരുന്നതാണെന്ത്? സൈന്യത്തെ പല ബറ്റാലിയനുകളാക്കി പുനഃസംഘടിപ്പിച്ചു. ഓക്കെ ആണല്ലോ. ഇനി ഫ്രാൻസിൻ്റെ ശത്രുക്കളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ നെപ്പോളിയൻ നിരവധി യുദ്ധങ്ങൾ നടത്തി. ഓസ്ട്രിയ, പേർഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ അദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. നെപ്പോളിയൻ്റെ മുഖ്യ ശത്രു ബ്രിട്ടനായിരുന്നു. മികച്ച ഒരു നാവിക ശക്തിയായ ബ്രിട്ടനെ നേരിട്ട് കീഴടക്കാൻ സാധ്യമല്ല എന്നറിയാമായിരുന്ന നെപ്പോളിയൻ ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കാനുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. ഇതിനായി ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു കോണ്ടിനെൻ്റൽ വ്യവസ്ഥ. ഇത് പ്രകാരം ഫ്രാൻസിൻ്റെ അധീനതയിലുള്ളതോ ഫ്രാൻസുമായി സൗഹൃദത്തിലുള്ളതോ ആയ രാജ്യങ്ങളെ ബ്രിട്ടനുമായുള്ള വ്യാപാരത്തിൽ നിന്ന് വിലക്കി. ഇതിൽ പൂർണ്ണ വിജയം കൈവരിക്കാൻ നെപ്പോളിയന് കഴിഞ്ഞില്ല. മാത്രമല്ല ബ്രിട്ടനുമായുള്ള തുടർച്ചയായ യുദ്ധങ്ങളിലേക്കും ഇത് നയിച്ചു. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടൻ നെപ്പോളിയനുമേൽ അന്തിമ വിജയം നേടി. ഓക്കെ, അപ്പോൾ നെപ്പോളിയനുമായി ബന്ധപ്പെട്ട് പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ഫ്രാൻസിൻ്റെ ഭരണഘടന വന്നു. ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്
ഫ്രാൻസിലെ വിപ്ലവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അതായത് ഫ്രാൻസ് വിപ്ലവത്തിൻ്റെ അനന്തരഫലങ്ങൾ പറഞ്ഞു, അവിടുത്തെ പുതിയ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ നെപ്പോളിയനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് യൂറോപ്പിൻ്റെ ഭൂപടം മാറ്റിവരയ്ക്കപ്പെടുന്നു എന്ന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജയപ്പെടുന്നുണ്ട് അല്ലേ. നെപ്പോളിയൻ്റെ പരാജയത്തിന് ശേഷം യൂറോപ്പിലെ രാജ്യങ്ങൾ 1815 ഓസ്ട്രിയയിലെ വിയന്നയിൽ യോഗം ചേർന്ന് ചില സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ഇതിനാണ് വിയറ്റ്നാം സമ്മേളനം എന്നറിയപ്പെടുന്നത്. 1815 ഓസ്ട്രിയയിലെ വിയന്നയിൽ യോഗം ചേർന്നു, യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട്. ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ഓസ്ട്രിയൻ ചാൻസലറായിരുന്ന മെറ്റേണിച്ച് ആയിരുന്നു. വിയന്ന സമ്മേളനത്തോടു കൂടി യൂറോപ്പിലെ ഫ്രഞ്ച് മേധാവിത്വം അവസാനിച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ 1815 ഓസ്ട്രിയയിലെ വിയന്ന സമ്മേളനം നടക്കുന്നു. അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് ഓസ്ട്രിയൻ ചാൻസലറായിരുന്ന മെറ്റേണിച്ച് ആയിരുന്നു. അതോടുകൂടി ഫ്രഞ്ചിൻ്റെ യൂറോപ്പിലുള്ള ആധിപത്യം അവസാനിക്കുന്നു. വിയന്ന സമ്മേളനത്തിൻ്റെ പ്രധാന തീരുമാനങ്ങൾ: യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള രാജഭരണം പുനഃസ്ഥാപിക്കുക. ഓക്കെ, ഇനി ഫ്രാൻസിൽ ബൂർബൺ രാജഭരണം പുനഃസ്ഥാപിക്കുക. ബ്രിട്ടൻ്റെ നാവിക മേധാവിത്വം റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യവും അംഗീകരിക്കുക. മധ്യ യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക. ഇപ്പോൾ നോക്കിക്കുക, എന്തൊക്കെയായിരുന്നു ആദ്യത്തെ യൂറോപ്പിലെ രാജ്യങ്ങളിലെ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുണ്ടായിരുന്നിട്ടുള്ള രാജഭരണം പുനഃസ്ഥാപിക്കണം. ഫ്രാൻസിലെ ബൂർബൺ രാജഭരണം പുനഃസ്ഥാപിക്കണം. അതേപോലെ ബ്രിട്ടൻ്റെ നാവിക മേധാവിത്വം റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യം എന്നിവ അംഗീകരിക്കണം. പിന്നെന്താ, മധ്യ യൂറോപ്പിലെ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക. ഓക്കെ ആണല്ലോ. ഇതൊക്കെയായിരുന്നു വിയന്ന സമ്മേളനത്തിൻ്റെ പ്രധാന തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. ഓർക്ക് എളുപ്പമല്ലേ, രാജഭരണം പുനഃസ്ഥാപിക്കുക. അപ്പോൾ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും അതേപോലെ ഫ്രാൻസിലും. പിന്നെ ബ്രിട്ടൻ്റെ നാവിക മേധാവിത്വം അതേപോലെ റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ മേധാവിത്വം അംഗീകരിക്കുക. മധ്യ യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് വിയന്ന സമ്മേളനത്തിൻ്റെ പ്രധാന തീരുമാനങ്ങൾ. 1815 ഓസ്ട്രിയയിലെ ഭരണാധികാരിയായിരുന്ന മെറ്റേണിച്ചിൻ്റെ നേതൃത്വത്തിൽ വിയന്നയിലാണ് വിയന്ന സമ്മേളനം നടക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി സ്വാതന്ത്ര്യത്തിൻ്റെ മരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു ആലങ്കാരിക പ്രയോഗമായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ മരം എന്നത്. ഫ്രാൻസിൽ ഇത് അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമായി. ഫ്രഞ്ച് വിപ്ലവകാലത്തെ പൊതുസ്ഥലങ്ങളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയിൽ മോചനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെട്ടു പോന്നിരുന്ന ചുവന്ന ഫ്രീജിയൻ തൊപ്പികൾ, നമ്മൾ ചുവന്ന ഫ്രീജിയൻ തൊപ്പികൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, തൂക്കുകയും ചെയ്തിരുന്നു. ബ്രിട്ടീഷുകാരുമായി നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ തലസ്ഥാന നഗരമായ ശ്രീരംഗപട്ടണത്ത് അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടു. സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടതിലൂടെ ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവാശയങ്ങളോടുള്ള തൻ്റെ ആഭിമുഖ്യം ബ്രിട്ടീഷ് വിരോധവും പ്രകടമാക്കി. ഒക്കെയാണല്ലോ ഫ്രീജിയൻ തൊപ്പികൾ, സ്വാതന്ത്ര്യത്തിൻ്റെ മരം, പിന്നെ നമ്മുടെ മൈസൂർ ഭരണാധികാരി എന്നിട്ട് ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായി ഉണ്ടായിരുന്ന ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടത്തുന്നുണ്ട്. ഓക്കെ അല്ലേ. അതിലൂടെ അദ്ദേഹം ബ്രിട്ടീഷുകാരുള്ള വിരോധമാണ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ആധുനിക ലോക ചരിത്രത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ത്, ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. ഫ്രാൻസിലെ സാധാരണക്കാരും മധ്യവർഗവും ചെയ്യുന്ന തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്കായി നടത്തിയ മുന്നേറ്റമായിരുന്നു ഇത്. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ പിൽക്കാല ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുകയുണ്ടായി. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ഇതോടെ ഈ ചാപ്റ്റർ തീർന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തീർന്നു. ഇനി അടുത്ത ചാപ്റ്ററിൽ കാണാം.